ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പപ്പടച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് കറികളൊന്നും ഉണ്ടാക്കാൻ ടൈം ഉണ്ടാകില്ല വിചാരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പപ്പടം, പിന്നെ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ, പപ്പടം എടുക്കുക, നല്ല അടിപൊളി ഒരു പപ്പടച്ചോറാണ് ഉണ്ടാക്കുക. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കറികൾ ആവശ്യം വരുന്നില്ല. എന്താണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു ഓംലെറ്റോ അല്ലെങ്കിൽ ഒരു അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനും പറ്റും. അപ്പം അങ്ങനത്തെ ഒരു വിഭവമാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. പപ്പടച്ചോറ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ പപ്പടം ഒരു 5 പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടമൊക്കെ നിങ്ങൾക്ക് കണക്കിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു വലിയൊരു സവാള ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള. പിന്നെ ഒരു പച്ചമുളക് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, കണ്ടില്ലേ, കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ നല്ലോണം നാളികേരം ചിരകിയത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ്, അത് നമുക്ക് ഏത് ചോറാണെങ്കിലും എടുക്കാം, ഏത് അരിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചോറ് എടുത്തോളാം. പിന്നെ വെളിച്ചെണ്ണയും വേണം, ഉപ്പും. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് നാലിന് ഉണ്ടാക്കാനൊക്കെ പോയാലോ? ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്ക് ഞാൻ ഇപ്പുറത്ത് പപ്പടം കാച്ചാനായിട്ട് വേറെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഇങ്ങോട്ട് ചൂടായി വന്നാൽ നമുക്ക് അതിൽ പപ്പടം കാച്ചെടുക്കാം. അതോട് കൂടിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ബാക്കിയുള്ള എല്ലാതും നമുക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്നുണ്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നാൽ നമുക്ക് ഈ സവാള ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോഴേക്ക് ഞാൻ കറിവേപ്പിലൊക്കെ ഒന്നിങ്ങോട്ട് ഇരിഞ്ഞാക്കട്ടെ. എല്ലാം നമ്മളിങ്ങനെ എല്ലാം ഒരുമിച്ചുണ്ടായ പെട്ടെന്ന് നമ്മളെ പണി എഴുതുക, കണ്ടില്ലേ? കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഒന്നിങ്ങോട്ട് വളഞ്ഞു വരട്ടെ. സവാള ഒന്നിങ്ങോട്ട് വളഞ്ഞു വരാൻ നമുക്കൊരു കുറച്ചൊരു ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വളഞ്ഞു വരട്ടെ. അതിൻ്റെ ഒപ്പം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി ഇത് വളഞ്ഞു വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഈ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പപ്പടം ഇട്ടിട്ട് കാച്ചി കൊടുക്കാം. അപ്പൊ കണ്ടില്ലേ, എല്ലാം കൂടി ഒരുമിച്ച് വേഗം പണി കഴിയും. അങ്ങനെ നമ്മുടെ പപ്പടം കാച്ചലും ഉള്ളി ഇങ്ങോട്ട് വളണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ പൊടികൾ ഓരോന്നാണ്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുത്തു. ഞാൻ അതിൻ്റെ പച്ചമണം ഒന്നും ഇങ്ങോട്ട് മാറിക്കോട്ടെ. പച്ചമണം ഒന്നും ഇങ്ങോട്ട് മാറി വന്നാൽ നമുക്ക് ഇനിയിപ്പോൾ ഈ നാളികേരം ഉണ്ടല്ലോ, ഈ നാളികേരം ചെറിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നാളികേരം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് വളണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ പപ്പടം ഉണ്ടല്ലോ, ഈ പപ്പടം ഒന്നും ഇങ്ങോട്ട് പൊട്ടിച്ച് വെക്കാം. കണ്ടില്ലേ, ആ പപ്പടം അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ പപ്പടം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ പപ്പടം ഇട്ട് കൊടുത്ത് ഇതിൻ്റെ എന്താണെന്നറിയാം, ഇത് ഉണ്ടാക്കിയ വഴി തന്നെ നമ്മൾ പെട്ടെന്ന് കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചോറ് അങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടതിലുള്ള ഉപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ ചോറ് നമ്മൾ എത്രയും നമ്മൾക്ക് വേണ്ട അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാൻ ഇത്രയും ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇളക്കാം. വളരെ പെട്ടെന്ന് പണിയും കഴിയും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് ആ കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് വാങ്ങി വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. ഇതൊന്നും ഇളക്കി കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ പപ്പടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലായില്ല. നമുക്ക് ഇതിലേക്ക് കറികളായിട്ടൊന്നും ആവശ്യമില്ല. ഒരു അച്ചാറോ അതല്ലെങ്കിൽ ഒരു ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായാലും നമുക്ക് ഇത് അസലായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.